ഫുള്ള് എല്ലാ സ്ഥലത്തും ആടിച്ചിട്ടുണ്ട്. കാരണം എന്താ പറയാ, എല്ലാം ഒരുപാട് ദിവസമായിട്ട് ഫുള്ള് അകത്ത് റെസ്റ്റ് ആയിരുന്നു ഇവരെല്ലാവരും. എൻ്റെ ചണ്ടിയെല്ലാം നോക്ക് 1 2 3 4 5 ചണ്ടി അവിടെ ആറിയിട്ടിരിക്കുന്നത്. ദാനുസിന് എത്ര, അയ്യോ ദാനുസിന്റെ ചണ്ടി മൊത്തം ആ കൂട്ടത്തില്. അപ്പോ ഇങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇന്നെല്ലാരും എന്താ പറയാ, എല്ലാവരും ഇന്ന് ചോറുന്നാലും ലീവ് തന്ന നമ്മുടെ സർക്കാരിന് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ കൊച്ചു കുട്ടികളെ പോലെ കിൻഡർ ജോയ്ക്ക് വേണ്ടി ഇറക്കുന്ന കേട്ടോ. എനിക്ക് തിരുന്ന് തന്നെ വിറകെ പറയാൻ നടക്കുന്ന ധ്യാനം വേണേ കൊടുക്കുന്നില്ല. ആ നാണമുണ്ടോ നിനക്ക്? നാണം. നമ്മളെ ചിക്കൻ ബിരിയാണിന്റെ ചിക്കൻ മസാല എങ്ങനെ അടിപൊളി. അതാണ് ഇതൊരു വെള്ളമില്ല. ഇപ്പൊ നമ്മളിതാ എല്ലാം കൂടി ബിരിയാണിന്റെ ദമ്മിട്ട് സെറ്റാക്കിക്കണ്ടേ. പായസം കുടിക്കാൻ ആള് തിരക്കായിട്ടാ. നമ്മളെ മസാല കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ആയതാ. അടിപൊളി മസാല. ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവസാനം ഇന്ന് ഞങ്ങൾക്ക് 8ന്റെ പണി ഇട്ടിരുന്നേട്ടാ. എന്താ സംഭവം അറിയാ, ഇന്നലെ രാത്രി നമ്മള് ശക്തമായ മഴ കാരണം കോഴിക്കോട് ജില്ലക്ക് പണിയില്ല, സ്കൂളുകൾക്ക് അവധിയാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഫുള്ള് മഴയായിരിക്കും. ഇന്നലത്തെ കാലാവസ്ഥ വെച്ച് നോക്കുന്നതാണെങ്കിൽ ഇന്ന് മഴയായിരിക്കുന്നതാണ് നമ്മൾ വിചാരിച്ചത്. ഇന്നലത്തെ പൊരിഞ്ഞ മഴ എന്ന് വെച്ചാൽ പൊരിഞ്ഞ മഴയാട്ടോ, ഒരു സമയം പോലും തോന്നിട്ടില്ല, ഫുള്ള് മഴ. അപ്പൊ ഞങ്ങളും വിചാരിച്ചു സ്കൂളുകൾക്കെല്ലാം അവധി കൊടുത്തോണ്ട് ഇന്ന് എന്തായിരിക്കും, മഴയായിരിക്കും എന്ന് വെച്ച് ഞാനും അച്ഛനും അമ്മയും ആരും പണിക്ക് പോയില്ലേട്ടാ, എല്ലാരും വീട്ടിൽ തന്നെയായി. അപ്പൊ ഞങ്ങൾ എന്ത് വിചാരിച്ചു, ഇന്ന് ആ ലീവ് നമ്മൾ എന്താക്കാന്ന് ആഘോഷമാക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ നേരെ എന്താക്കി, ടൗണിൽ പോയി ബിരിയാണിന്റെ സാധനങ്ങളുമായി കൊണ്ടുവന്ന്, പായസത്തിന്റെ സാധനമായി കൊണ്ടുവന്ന് നമ്മൾ എന്താക്കി, എല്ലാരും കൂടി ഇന്ന് ബിരിയാണി വെച്ചിട്ട് അടിച്ചു പൊളിക്കുന്ന. അതുപോലെ തന്നെ എന്താ പറയാ, നമുക്ക് ഇന്നൊരു വിരുന്നും കൂടി വന്നട്ടാ. ആ സമയം തന്നെ അച്ഛന്റെ പെങ്ങളും കൂടി നമ്മളെ വീട്ടിൽ വന്ന് അപ്പൊ കൊച്ചു കുട്ടികളെ പോലെ കിൻഡർ ജോയ്ക്ക് വേണ്ടി ഇറക്കുന്ന കേട്ടോ. എനിക്ക് തിരുന്ന് തന്നെ വിറകെ പറയാൻ നടക്കുന്ന ധ്യാനം വേണേ കൊടുക്കുന്നില്ല. ആ നാണമുണ്ടോ നിനക്ക്? നാണമുണ്ടാ? ധ്യാനം കൊടുക്കുവാണെ അമ്മക്ക് കൊടുക്കും കുറച്ച്. എന്താ എല്ലാം ഷെയർ ചെയ്യണം കാണിക്കില്ല. ആ പ്രശ്നമായിട്ടാ ഗൈസ്, അത് ധ്യാനുസ് മൊത്തം തിന്ന് ആ പ്രശ്നമായി. ഞാനിപ്പോ ധ്യാനുസായിട്ട് വഴക്കായിരിക്കും കിൻഡർ ജോയ് കൊടുക്കാത്തതിന്റെ പേരില്. ധ്യാനുസായിട്ട് അതിപ്പോ ഇപ്പോഴത്തെ ചായക്കാണേ. ഇപ്പൊ നമ്മൾ ആദ്യം എന്തെല്ലാം വാങ്ങിയെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കല്ലേ. എന്തൊക്കെയാ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതിന്റെ ചിക്കൻ മസാല ഇല്ലേ, ചിക്കൻ മസാല അത് അബിലിനുള്ള ബെല്ലട്ടാ. അബില് നല്ല ബെല്ലിട്ട് വെക്കണം. പിന്നെ ഡാൽഡ, പുക പിടിച്ച ഡാൽഡയാ. അതിന് നെയ്യില്ലേ, നെയ്യുണ്ട്. 1 കിലോ അരി. നമ്മളാകെ 4 പേരല്ലേ ഉള്ളൂ. നമുക്ക് 7 പേരുണ്ട്. 6 പേരുണ്ട്. നമുക്ക് ഉച്ചക്കേക്ക് അത് ധാരാളമായിരിക്കും. ഓക്കെ, അരിക്ക് ഭയങ്കര വില. 1 കിലോന് 145 റുപ്യ. 1 കിലോ നമ്മളെത്ര പേരുണ്ട്? 1 2 3 6 പേരുണ്ട്. എടാ ഫുൾ രാത്രിയും രാവിലെ ബിരിയാണി തിന്നാൻ പാടില്ല. ഇടക്ക് കഴിക്കും അറിഞ്ഞൂടെ. അത് രാത്രിയും പകലും അങ്ങനെ ബിരിയാണി തിന്നാൻ പാടില്ല. ഒരു നേരം മാത്രം ബിരിയാണി അല്ല. ധ്യാനൂസ് അത് ഇടവിട്ട് കഴിക്കുന്ന അറിയില്ല, അവന് ഇഷ്ടമല്ല. എപ്പോഴും ഉണ്ടാക്കുന്നില്ലല്ലോ നമ്മള്. എന്താ നമ്മളിപ്പോ ഏകദേശം എല്ലാ ദിവസവും ബിരിയാണിയില്ല, പുറത്ത് പോയിട്ട് നമ്മൾ അൽഫാമും മന്തി തന്നെ ഡെയിലി ഏകദേശം ആഴ്ചയിൽ 2 പ്രാവശ്യം നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കുന്നില്ല. പിന്നെ എന്തിനാ ഗൈസ്? ഇതണ്ട അടുത്ത പിന്നെ പായസം, സേമിയ പായസം, അതുപോലെ തന്നെ അതിന്റെ പാല്, പിന്നെ സേമിയ പായസം ഉണ്ട്. ഓ ധ്യാനത്തിന് സന്തോഷം കണ്ട ഗൈസ്. തക്കാളി, അതുപോലെ തന്നെ ഉള്ളി, പച്ചമുളക് വാങ്ങിയില്ല. പച്ചമുളക് ഈ ജാൻസ് ഉണ്ട്. ഈ കിൻഡർ ജോയ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഇതിന്റെ അകത്ത് എന്തോ ഒരു കിണ്ണാകൃതി കിട്ടുന്ന വെച്ചിട്ട്. എന്ത് കിണ്ണാകൃതി ഇതിന്റെ അകത്ത് ഉണ്ടാവുക? ഒരു സംഭവമില്ല, വെറുതെയാ. കളിക്കാൻ കിട്ടില്ല. ഇതാണെങ്കിലോ പൈസ ചെയ്യാൻ പോകണ്ട. ഇപ്പൊ കളി ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് കളിപ്പാട്ടം മേടിക്കണ്ട. ഇങ്ങനെ കിൻഡർ ജോയ് മേടിച്ച് തിന്നാ ഇങ്ങനെ കളിക്കാം. ബിരിയാണിക്കുള്ള ഉള്ളി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി തക്കാളി അരിയണം. അപ്പോഴത്തേക്ക് ജിത്ത് എന്ന് വെച്ചാല് പിന്നെ അവിലും ഇവിടെ റെഡിയാക്കട്ടാ. അവിലും കട്ടൻ ചായ പാറെടുത്തിട്ടാ. ഇതാരാ? ഇത് കൊറേ ആൾക്കാരുണ്ട്, 1 2 1 ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. അപ്പൊ ചാടിക്കാം. ഞാൻ അവില് വേണ്ട. എടാ അവില് തിന്നാൽ എന്താണെന്നറിയാ, ഐ ആം എ കോംപ്ലൈന്റ് ബോയ് എന്ന് പറയുന്നില്ലേ, അതുപോലെ അവില് തിന്നാൽ എനിക്ക് ശക്തി കിട്ടും. നീ ഗുസ്തിയിൽ ഇങ്ങനെ ആൾക്കാരിക്കുന്നുണ്ടില്ലേ, ഒല്ലെന്ന് അറിയാം രാവിലെ
വളരെ നല്ല അവില് തിന്നിട്ട് ഒരിക്കലും ഇങ്ങനെ മസിൽ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈക്ക് ഇങ്ങനെ അതുപോലെ എനിക്ക് വരണ എന്നാ വാക്കാമോൺ അവില് തിന്നാ അപ്പൊ ധ്യാനസ് ഇപ്പൊ ഇതാ ഒരു പ്ലേറ്റ് അവില തിന്നു അല്ലേ ഒരു പ്ലേറ്റ് അവില് തിന്നിട്ടാ ഗൈസ് നമ്മളെ ചിക്കൻ ബിരിയാണിന്റെ ചിക്കൻ മസാല എങ്ങനെ അടിപൊളി അതാണ് ഗൈസ് ഇതൊരു വെള്ളമില്ല ഇപ്പൊ വെള്ളം നമ്മൾ ചോറിങ് ആക്കി നമ്മൾ ഇടുന്ന സമയത്തേക്ക് വെള്ളമൊക്കെ കറക്റ്റ് ആയി കൂടി ഇതാണ് മേക്ക് ചെയ്യുന്നത് നിങ്ങളല്ല ഞങ്ങളാണ് പക്ഷെ അധികം പുകച്ച പറയുന്നില്ല കാരണം എന്താണെന്നറിയോ ഞാൻ നമ്മുടെ കിസ്മിസ് വാട്ടിയതാ കരിഞ്ഞു പോയി ഉള്ളിലൊക്കെ വാട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് പായസം ഇവിടെ സെറ്റാവുന്നുണ്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റാണ് പായസം തിളച്ച് പൊന്തി മോനെ പിന്നെ കക്കിരി പറവൂത്ത കക്കിരിന്റെ പ്രിപ്പറേഷൻ പറവൂത്ത കരിഞ്ഞ സാധനം തിന്ന് തീർക്കല്ലേ അതേ ഉള്ളൂ കരിഞ്ഞു പോയാലും ഇല്ല വേറെ ഇല്ല നമ്മളിതാ എല്ലാം കൂടി ബിരിയാണിന്റെ ദമ്മിട്ട് സെറ്റാക്കിയിട്ടുണ്ടേ പായസം കുടിക്കാൻ ആള് തിരക്കായിട്ടാ നമ്മളെ മസാല കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റായതാ അടിപൊളി മസാല ഇത് എണ്ണയല്ല കേട്ടോ നെയ്യാണ് ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്നത് ഇത് നമ്മളിനി ബിരിയാണി കഴിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ചമ്മന്തി ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടാവില്ല പറയാ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ ബിരിയാണി കഴിക്കുന്നത് പിന്നെ ജാനുസിന്റെ പായസായ മുതൽ അന്നേരം മുതലാ കുടിക്കാൻ തുടങ്ങി ജാനുസ പായസം എങ്ങനെ സൂപ്പർ അതുപോലെ മറ്റൊരു കാര്യം എന്താ ഇതേ വെയിൽ വന്നിട്ടാ ഇന്ന് നമ്മളെ പണിയില്ലാതെ മഴയാന്ന് പറഞ്ഞിട്ട് ലീവെല്ലാം കൊടുത്തിട്ട് മൊത്തം വെയിലാണ് അപ്പൊ നോക്ക് ആറിടാനുള്ള ഫുള്ള് എല്ലാ സ്ഥലത്തും ആറിടിച്ചിട്ടുണ്ട് കാരണം എന്താ പറയാ എല്ലാം ഒരുപാട് ദിവസമായിട്ട് ഫുള്ള് അകത്ത് റെസ്റ്റ് ആയിരുന്നു ഇവരെല്ലാവരും എൻ്റെ ചണ്ടിയെല്ലാം നോക്ക് 1 2 3 4 5 ചണ്ടി അവിടെ ആറിയിട്ടിരിക്കുന്നത് ദാനുസിന് എത്ര അയ്യോ ദാനുസിന്റെ ചണ്ടി മൊത്തം ഇത് ആ കൂട്ടത്തില് അപ്പൊ ചോദിക്കും നിങ്ങൾ ചണ്ടി കണ്ടോണ്ടോ പുറത്ത് പോകുന്നത് അല്ലട്ടാ നമ്മൾ ചണ്ടിയൊക്കെ ഇട്ടിട്ടാ പോകുന്നത് പക്ഷെ നനഞ്ഞ ചണ്ടിയായിരുന്നു പക്ഷെ ഇത് വെയിലൊന്നും വെല്ലൊന്നും ആറ്റി എടുക്കണം എന്ന് വെച്ചിട്ടാ നമ്മളെ ബിരിയാണി ഉണ്ടാക്കിയ പാത്രമാണ് അപ്പൊ അതിന്റെ അടിവടിക്കലാണ് നമ്മളെ ഇപ്പോഴത്തെ ജോലി അല്ലേ ഇത് നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടില്ല മസാല ഇവിടെ സെറ്റ് ചോറ് ഇവിടെ സെറ്റ് അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടേബിളിൻ്റെ മുകളിൽ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടി വന്നിട്ട് ഇനി ഒപ്പര കഴിക്കുന്നുള്ളൂ ഇത് ഞങ്ങൾ എന്താക്കട്ടെ അടിപടിച്ച് കഴിക്കട്ടെ കേട്ടോ ഇത് നമ്മൾ ചാർലാസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് ഞാനും ജിത്തിയും കൂടി അടിപടിച്ച് കഴിക്കും അല്ലേ സൂപ്പറല്ലേ അടിപൊളി കറക്റ്റ് മസാല എല്ലാം റെഡി അല്ലേ നമ്മൾ കംപ്ലീറ്റ് അല്ലാതെ ഇന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് അപ്പൊ എന്തായാലും നമ്മൾ ബിരിയാണി ഒന്നും വെച്ചല്ല പിന്നെ ഇലയെ തന്നെ ആയിക്കോട്ടെ വെച്ചിട്ടാ ഉണ്ടാക്കണ്ടേ അപ്പോ ഇങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇന്നെല്ലാരും എന്താ പറയാ എല്ലാവരും ഇന്ന് ചോറുന്നാലും ലീവ് തന്ന നമ്മുടെ സർക്കാരിന് ഒരുപാട് നന്ദി പറയുന്നു ജാനുസിന് സ്കൂളില്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചിട്ട് നല്ല ശക്തമായ മഴയായിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ലീവ് എടുത്തേ അപ്പൊ ഇത് നമ്മള് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോകട്ടോ എല്ലാവരും എങ്ങനെ ബിരിയാണി ഉണ്ട് ഓക്കെ മറികടക്കുന്ന വാഹനം ഭൂമിയുടെ ആകർഷണത്തെ മറികടക്കുന്ന വാഹനം ചാന്ദ്രദിന ചാന്ദ്രദിന ജൂലൈ 21 അപ്പൊ നമ്മളിത് ഒച്ചടിക്കല്ലേ ഞാനോ അപ്പൊ ഗായ്സ് നമ്മള് ബിരിയാണി തിന്നിട്ട് ബിരിയാണി തേപ്പിക്കാൻ വേണ്ടിട്ട് ധ്യാനൂസിനോട് ചോദ്യോത്തരങ്ങളൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇനി നമ്മള് നേരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പോട്ടോ അപ്പൊ നമ്മളെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ് അപ്പൊ ധ്യാനൂസേ നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്ന ബൈ അപ്പൊ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ